എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വണ്ടി റിവേഴ്സ് ഓടിക്കേണ്ടത്, ഓടിക്കുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഞാൻ നമ്മുടെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് റിവേഴ്സ് എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. തീർച്ചയായിട്ടും വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ ഗുണം ചെയ്യും. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് പല ആൾക്കാർക്കും വണ്ടി റിവേഴ്സ് എടുക്കുവാനായിട്ട് അറിയത്തില്ല. നേരെ ഓടിക്കാൻ അറിയാം, പക്ഷേങ്കിൽ എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത്, റിവേഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമുക്കൊരു വണ്ടി റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നന്നായിട്ട് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണത്തിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി കൃത്യമായിട്ടും റിവേഴ്സ് എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം. അപ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കേണ്ടത്. ഇനി റൈറ്റ് സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം എങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഒക്കെ ടേൺ ചെയ്ത് വണ്ടി എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയാണ് കിടക്കുന്നത്. വണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നേരെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി റൈറ്റ് സൈഡിലേക്ക് വണ്ടിയുടെ ബാക്ക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വണ്ടിയുടെ ടയർ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്താണ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വണ്ടി ബാക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സംഭവിക്കുന്നത് വണ്ടിയുടെ ഈ മുൻവശം കൃത്യമായിട്ടും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയാണ് വരുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ ടയർ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തേക്കുന്നു. ഞാനിത് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടയർ നേരെയായിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അതായത് ആ സൈഡിൽ കെട്ടിവെച്ചേക്കുന്ന റിബൺ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സൈഡിലേക്ക് വണ്ടിയുടെ ബാക്ക് പോകും. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് മുന്നോട്ട് വരും. അതായത് കുറച്ചും കൂടെ ഈ ഒരു സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് വരും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വണ്ടി റിവേഴ്സ് എടുക്കാൻ പോവുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ അല്ല, നമ്മൾ നേരെ എങ്ങനെ ഒരു വണ്ടി റിവേഴ്സ് പോകാം എന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും ബാക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡോറിൻ്റെ രണ്ട് സൈഡിലുള്ള ഔട്ടർ റിയർ വ്യൂ മിററും കൃത്യമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എനിക്ക് ഡോറിൻ്റെ രണ്ട് സൈഡിലുള്ള മിററിലൂടെയും വണ്ടിയുടെ ബാക്ക് ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ വളരെ സാവധാനം ശ്രദ്ധിച്ച് വേണം കൺട്രോൾ ചെയ്യുവാനായിട്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ബ്രേക്കിൽ വരേണ്ട ആവശ്യം വരും, വണ്ടി സ്ലോ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് ക്ലച്ച് ബ്രേക്കിൻ്റെ കൺട്രോളിങ് വളരെ എളുപ്പത്തിൽ ചെയ്യണം. അതുപോലെ തന്നെ വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കണം. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ ഈ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോളിങ് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട അവസ്ഥകൾ വരും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഞാനിതേ ക്ലച്ച് ഫുള്ളി ചവിട്ടി വണ്ടിയുടെ ഗിയർ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മൾ ബാക്കിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ 3 മിററിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കിയതിന് ശേഷമാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ചെറുതായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കും. ഇപ്പോൾ വണ്ടി റൺ ചെയ്ത് തുടങ്ങി, ചെറിയ റണ്ണിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. എൻ്റെ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് നേരെയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും സ്റ്റിയറിംഗ് തിരിക്കുന്ന അവസരങ്ങളിൽ കൂടുതലായിട്ട് തിരിക്കുവാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ബൈക്കിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് ക്ലച്ച് എന്ന് കാലയച്ച് ആക്സിലറേറ്റർ ലൈറ്റായിട്ട് കൊടുത്താണ് ബൈക്കിലേക്ക് പോകുന്നത്. ഓക്കെ,
ഒരുപാട് വേഗത്തിൽ നിങ്ങൾ റിവേഴ്സ് എടുക്കുവാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ റിവേഴ്സ് എടുത്ത് പോകുന്ന അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ വണ്ടി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് റിവേഴ്സ് പോകണം, അല്ലെങ്കിൽ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് റിവേഴ്സ് പോകണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. എനിക്ക് വണ്ടിയുടെ ബാക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം. അപ്പം ഞാനിത് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം എനിക്ക് വണ്ടി വീണ്ടും നേരെയാക്കി കൊടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കും. ഓക്കെ, വീണ്ടും ഞാൻ സ്റ്റിയറിങ് നേരെയാക്കി. ഓക്കെ, ഇപ്പോൾ വണ്ടി വീണ്ടും നേരെയാണ് പോകുന്നത്. എനിക്കിനി വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഓക്കെ, വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ സ്റ്റിയറിങ് വീണ്ടും റിട്ടേൺ ചെയ്ത് നേരെയാക്കി കൊടുക്കുന്നു. അതായത് നമുക്ക് എങ്ങോട്ടാണോ തിരിയേണ്ടത്, വണ്ടിയുടെ ബാക്ക് തിരിയേണ്ടത്, അങ്ങോട്ട് തിരിഞ്ഞതിന് ശേഷം വണ്ടി വീണ്ടും ചെയ്ത് വണ്ടി നേരെയാക്കി കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം ടയർ കൃത്യമായിട്ട് നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ബൈക്കിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു വണ്ടി നമ്മളുടെ ആ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് റിവേഴ്സ് ഓടിക്കേണ്ടത്. ഇനി റൈറ്റ് സൈഡിലേക്ക് എങ്ങനെയാണ് റിവേഴ്സ് എടുക്കേണ്ടത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങളോട് നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു അവസരത്തിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് പോകും, വണ്ടിയുടെ മുൻവശം കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മാറുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ടേൺ ചെയ്തിടേണ്ട അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങോട്ടാണോ ടേൺ ചെയ്യുന്നത് ആ ഒരു പൊസിഷൻ വരെ മൊത്തത്തിൽ വരാതെ ഏത് ഒബ്ജക്റ്റിനോടാണോ ചേരേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനോട്, അതായത് അതിനോട് ചേരാതെ ഒരടിയെങ്കിലും വണ്ടി തള്ളി നിർത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ടേൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാലം ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു. ഓക്കെ, അപ്പം ഞാൻ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. എൻ്റെ സൈഡിലെ ഡോറിൻ്റെ സൈഡിലെ റിയർ വ്യൂ മിററിലൂടെയാണ് ഞാൻ നോക്കുന്നത്. ഏകദേശം നമ്മൾ ടേൺ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനോടടുത്ത് വണ്ടി വന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് മൊത്തത്തിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കാല് ക്ലച്ചിൽ ഫുള്ളായിട്ട് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടി ഞാൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ റണ്ണിങ്ങിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഞാൻ റണ്ണിങ്ങിൽ എടുക്കാതെ വണ്ടി ചവിട്ടി നിർത്തിയെടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ഈ അവസരത്തിൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ മുൻവശം കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയാണ് പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ മിറർ നോക്കിയാണ് തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സൈഡിലെ ആ ഒബ്ജക്റ്റ് ഏകദേശം കടന്നു. അതിനുശേഷം ഞാനിത് ലെഫ്റ്റ് സൈഡിലുള്ള മിറർ നോക്കുന്നു. ഇപ്പോൾ വണ്ടി മെല്ലെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ടേൺ ചെയ്ത് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വണ്ടി കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് മൊത്തത്തിൽ നേരെയാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് എങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഞാനിത് ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യേണ്ടത്. ബാക്കിലായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനോട് ഏകദേശം ഒരു അടുത്ത് വണ്ടി വന്നതിന് ശേഷമാണ് ഞാൻ ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റിവേഴ്സ് എടുക്കുകയാണ്. ഇത് ക്ലച്ചിൽ നിന്നും മെല്ലെ കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. വണ്ടി റണ്ണിങ് കൂടി ചെറുതായിട്ട് ബ്രേക്ക് വരുന്നു. അങ്ങനെ വണ്ടി മെല്ലെ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ബാക്കിലേക്ക് നമുക്ക് ടേൺ ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്റ്റിനോട് അടുത്ത വണ്ടി വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്റ്റിയറിംഗ് മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് മൊത്തത്തിൽ ടേൺ ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. നമുക്ക് മെല്ലെയാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, മെല്ലെ വണ്ടി റിവേഴ്സ് ഇറങ്ങുകയാണ്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് മൊത്തത്തിൽ ടേൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ മുൻവശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലേക്ക് വണ്ടിയുടെ മുൻവശം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ മൊത്തത്തിൽ ടേൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ഓക്കെ, ഇപ്പം ഞാനൊരു പാർക്ക് ചെയ്ത ഒരു പ്ലേസിലേക്ക് കയറുന്ന പോലെയാണ് ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് കയറ്റിയിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് മൊത്തത്തിൽ തിരിച്ച് കൊടുത്തു. ഇപ്പോൾ വണ്ടി നേരെയാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വണ്ടി റൈറ്റ് സൈഡിലേക്ക് ബാക്ക് ടേൺ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു റോഡിലാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡ് ചേർക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വണ്ടി റൈറ്റ് സൈഡ് ടേൺ ചെയ്യുമ്പോൾ ഒരു വണ്ടി എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു ഉദാഹരണം കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വണ്ടി നേരെ മുന്നോട്ട് വരികയാണ്.
അപ്പോൾ ഏകദേശം ഈ ഒരു സ്പേസും കഴിഞ്ഞ് വണ്ടി നേരെ മുന്നോട്ട് വരുന്നു. ഞാൻ റിയർ വ്യൂ മിറർ എല്ലാം കൃത്യമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം വണ്ടിയുടെ ടയർ മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ബാക്ക്. വണ്ടിയുടെ ടയർ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. ഇപ്പോൾ വണ്ടിയുടെ മുൻവശം ഈ ഒരു സൈഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് ചേരുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ടയർ മൊത്തത്തിൽ ഈ ഒരു സൈഡിലേക്ക് ടേൺ ചെയ്ത് വണ്ടി വരികയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ മിററിലൂടെ വണ്ടിയുടെ ബാക്ക് നോക്കണം. ഇപ്പോൾ കണ്ടില്ലേ, വണ്ടി ഈ ഒരു സൈഡിലേക്ക് നമ്മൾ റൈറ്റ് സൈഡ് ടേൺ ചെയ്ത് തിരിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടയർ മൊത്തത്തിൽ ടേൺ ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് നമുക്ക് എങ്ങനെ തിരിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറ്റി നമ്മൾ തിരിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഏറ്റവും ആദ്യം വണ്ടി കുറച്ച് മുന്നോട്ട് വരുന്നു. അതിനുശേഷം വേണം വണ്ടിയുടെ ബാക്ക് നമുക്ക് അങ്ങോട്ട് കയറ്റുവാനായിട്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി നേരെ മുന്നോട്ട് വരുന്നു. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് മുന്നോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ബാക്ക് നോക്കുക. കാരണം നമുക്കിതുകൊണ്ട് ആ ഒരു സൈഡിലേക്കാണ് വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിക്കേണ്ടത്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ ടയർ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് വണ്ടിയുടെ ബാക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടിയുടെ ടയർ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുകയാണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് അങ്ങോട്ട് ചേരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇടത്തെ സൈഡിലുള്ള മിറർ നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ടയർ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. ഞാനിതേ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ മുൻവശം കണ്ടോ, റൈറ്റ് സൈഡിലേക്ക് വരികയാണ്. അതായത് റോഡിൻ്റെ സെൻറ്ററിലേക്കാണ് വരുന്നത്. ആ ഒരു സമയത്ത് വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ടേൺ ചെയ്യുന്നു. അതായത് നമ്മൾ എങ്ങോട്ടാണോ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്തത് ആ ഒരു സൈഡിലേക്ക് തന്നെ വണ്ടിയുടെ ബാക്ക് കയറുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൽ വണ്ടി നേരെയായിട്ടാണ് കിടന്നത്, ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ട്. നമ്മൾ സ്റ്റിയറിംഗ് മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വണ്ടിയുടെ ബാക്ക് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ടേൺ ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ടയർ മൊത്തത്തിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ കൺട്രോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.